UAE വീണ്ടും ഒരു ക്രിക്കറ്റ് പൂരത്തിന് വേദിയാകുകയാണ്. അതിനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ ഇതുപോലെ ഇപ്പോൾ പുരോഗമിക്കുന്നത്. രണ്ടിടങ്ങളിലായിട്ട് ഈ ഒരുക്കം നടക്കുന്ന ദുബായിലെ ICC അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയവും അതോടൊപ്പം തന്നെ അബുദാബിയിലെ സായിദ് ക്രിക്കറ്റ് സ്റ്റേഡിയവും, ഇങ്ങനെ രണ്ടിടങ്ങളിലായിട്ടാണ് ഏഷ്യ കപ്പ് നടക്കുന്നത്. ഉദ്ഘാടന മത്സരം അബുദാബി സായിദ് സ്റ്റേഡിയത്തിലാണ്. രണ്ടാമത്തെ ദിവസം ബുധനാഴ്ചയാണ് ഇവിടെ മത്സരം നടക്കുക. ആതിഥേയരായിട്ടുള്ള UAEയും നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള ഇന്ത്യയും തമ്മിലാണ് ദുബായിലെ ആദ്യ പോരാട്ടം. ഏതായാലും 8 ടീമുകൾ ഇതിൽ പങ്കെടുക്കുന്നു. UAE, ഇന്ത്യ, ഒമാൻ, അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ. ഇതാണ് ആദ്യ എ ഗ്രൂപ്പിലുള്ളത്. രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ള 4 ടീമുകൾ ശ്രീലങ്ക, ബംഗ്ലാദേശ്, ഹോങ്കോങ്, അതോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാൻ. ഇങ്ങനെ 8 ടീമുകളാണുള്ളത്. ആകെ 19 മത്സരങ്ങളുണ്ട്. ഈ മാസം 28-നാണ് ഫൈനൽ പോരാട്ടം നടക്കുക. എല്ലാവരും ഉറ്റുനോക്കുന്നത് സഞ്ജു വി സാംസൺ കളിക്കുമോ എന്നുള്ളതാണ്. 15-അംഗ ഇന്ത്യൻ ടീമിൽ 2 വിക്കറ്റ് കീപ്പർമാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, സഞ്ജു അടക്കം. അതുകൊണ്ട് തന്നെ സഞ്ജു ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ മലയാളികളെയും മറ്റ് ക്രിക്കറ്റ് ആരാധകരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ ആകാംക്ഷ നൽകുന്നത് തന്നെയാണ്. മത്സരത്തിനുള്ള ഒരുക്കങ്ങൾ ഇതുപോലെ പുരോഗമിക്കുന്നു. ടിക്കറ്റിന്റെ വിൽപ്പന ഓൺലൈനായി വളരെ നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ 2 സ്റ്റേഡിയങ്ങളിലും, ദുബായിലെയും അബുദാബിയിലെയും ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളിലും ടിക്കറ്റ് വാങ്ങാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും കാത്തിരിക്കുന്ന പോരാട്ടം 14-ാം തീയതിയിലെ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടമാണ്. UAE സമയം വൈകിട്ട് 6:30-ക്കാണ് ആ മത്സരം നടക്കുക. 15-ാം തീയതിയിലെ ഒരു മത്സരം ഒഴികെ മറ്റെല്ലാ മത്സരങ്ങളും നടക്കുന്നത് UAE സമയം വൈകിട്ട് 6:30-ക്കാണ്. ഏതായാലും ആവേശത്തോടു കൂടി എല്ലാവരും കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് പൂരത്തിനായി. ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്നും മുഷീർ കൊടിയിലൊപ്പം സുരേഷ് വെളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.